ഹായ്. നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണോ? അതായത് നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു ലെവൽ എന്തായിട്ടാണ് നിങ്ങൾ കാണുന്നത്? ശരിക്കും നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടോ? ഇപ്പോൾ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നെ സംബന്ധിച്ച് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിന്തയല്ല. ചിന്തയിൽ നിന്നുണ്ടാവുന്നത് ഇൻ്റലിജൻസ് അല്ല. കാരണം ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ പഴയ ഓർമ്മകളിൽ നമ്മുടെ പാസ്റ്റിൽ നിന്നുണ്ടാവുന്നതിൻ്റെ റിസൾട്ടാണ് തോട്ട് എന്ന് പറയുന്നത്. ഓരോ ചിന്തയും. ഈ ചിന്തകൾ കൂടിയ ഒന്നാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യവും ഇൻ്റലിജൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതെപ്പോഴും പഴയതാണ്. അത് പാസ്റ്റിൽ നിന്നുണ്ടായത് കൊണ്ട് തന്നെ, മെമ്മറിയിൽ നിന്നുണ്ടായത് കൊണ്ട് തന്നെ അതൊരു പഴയ വസ്തുവാണ്. ഒരു പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസിന് ഉണ്ടാകാൻ സാധിക്കുമോ നമ്മുടെ ഉള്ളിൽ? ചിത്തു കൃഷ്ണമൂർത്തിയുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പണ്ട് റിയലൈസേഷൻ ഉണ്ടായത്. അതായത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ബ്ലൂം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഉള്ളിലൊരു പൂ വിരിയുന്നത് പോലെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ചിന്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യവും ഇൻ്റലിജൻസ് അല്ല. മൈൻഡിൽ നിന്നുണ്ടാകുന്ന കാര്യം ഇൻ്റലിജൻസ് അല്ല. നമ്മുടെ നമ്മുടെ സൊസൈറ്റിക്ക് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഇൻഫർമേഷനാണ് ഇൻ്റലിജൻസ് എന്ന്. അതായത് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തി, അതായത് കൂടുതൽ നോളജ്, കൂടുതൽ ഇൻഫർമേഷൻ തലച്ചോറിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആളാണ് ഇൻ്റലിജൻസ് എന്നും, അല്ലെങ്കിൽ അതുള്ള വ്യക്തിയാണ് ഏറ്റവും ഇൻ്റലിജൻ്റായ വ്യക്തി എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് പലർക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിഗ്രി ഉള്ളവൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുക്ക് കാണാതെ പഠിച്ച ആളായിരിക്കണം ഏറ്റവും ഇൻ്റലിജൻ്റായ ആളായിട്ട് നമ്മൾ കാണേണ്ടത്. എന്നാൽ ഇൻ്റലിജൻസ് അതല്ല. കാരണം ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും വേറെ വേറെ കാര്യങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിവരമുള്ള ഒരാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല, വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് വിവരം ഉണ്ടാകണമെന്നില്ല. അതായത് ഈ എത്രത്തോളം നോളജ് നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ, അത്രത്തോളം നമ്മുടെ ഇൻ്റലിജൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ട് കാണാതെ പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഇൻ്റലിജൻസ് അത് വർദ്ധിപ്പിക്കില്ല. ഞാൻ ഈ വീഡിയോകളൊന്നും ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യാറില്ല. ഞാൻ പറയില്ല, എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ എൻ്റെ മെമ്മറിയിൽ നിന്ന് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിൽ നിന്ന് വരുന്നതായിരിക്കാം. അത് എവിടെ നിന്ന് വരുന്നതായാലും അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾക്കോ എനിക്കോ യാതൊരു പ്രയോജനവും ഇല്ല സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഈ ഒരാളുടെ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷൻ സാധിക്കുമോ എന്നൊരു ചോദ്യവും എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഞാനും ആലോചിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ ബോധം അല്ലെങ്കിൽ ശ്രദ്ധ അല്ലെങ്കിൽ അവയർനെസ് കുറഞ്ഞ ആളുകളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കോമൺ സെൻസ് വളരെ കുറവായിട്ടായിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരുപാട് വർഷം ഈ ധ്യാനവും അങ്ങനെയുള്ള പല സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ റെപ്പറ്റേറ്റീവായിട്ടുള്ള മെഡിറ്റേഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ പോലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ വർദ്ധിക്കുന്നത്. മുമ്പ് അവർക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് പിന്നീട് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അവരൊരു പുതിയ ഇൻഫർമേഷൻ പഠിച്ച് അവരുടെ ഉള്ളിൽ വയ്ക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അവർ കുറച്ചും കൂടെ വാസ്റ്റായിട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്യാനും ഉൾക്കൊള്ളാനും മനസ്സിലാവാനും പറ്റുന്ന ഓപ്പൺനെസ് അവരിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വളരെ നാച്ചുറലായിട്ടുള്ള ഈ എല്ലാ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കുന്ന ഒരു അവയർനെസ് ഉള്ള ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ധ്യാനം സംഭവിക്കുന്നവർക്ക് ഇത് വളരെ ഹൈ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരാളുടെ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ മറ്റേ ആൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവർക്ക് ഫീൽ ചെയ്യാൻ പോലും പറ്റും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് റെസ്പോണ്ട് ചെയ്യാനും സാധിക്കും. ഒരു റിയാക്ഷൻ അല്ല, ഒരു ആക്ഷൻ അതിനനുസരിച്ച് അവർക്കുണ്ടാകും. അപ്പോൾ ആ മറ്റേ ആളിനൊരു ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും ഇയാളുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന്. കാരണം അയാൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നാൽ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ധ്യാനത്തിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ലാത്ത, ഒട്ടും അവയർനെസ് ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ കുറവായിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആയാലും സഫറിങ്ങിലൂടെ കടന്നു പോയാലും നമ്മൾ എത്ര വേദന അനുഭവിച്ചാലും നമ്മുടെ തൊട്ടടുത്ത് നിന്നാൽ പോലും അവർക്കത് മനസ്സിലാവില്ല. നമ്മൾ ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു അംശം പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ ബേസിക്കലി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബോധമുള്ള ആളുകൾക്ക്, അവയർനെസ് ഉള്ള ആളുകൾക്കാണ് ഇൻ്റലിജൻസ് വർക്കൗട്ട് ആവുന്നത്. ആ ഇൻ്റലിജൻസ് അവരെ മനസ്സിൽ നിന്നുണ്ടാകുന്നൊരു കാര്യമല്ല, അത് മറ്റൊരു വാസ്റ്റ് ഫീൽഡിൽ നിന്ന് വരുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഇൻഫർമേഷൻസ് വളരെ കുറവായിരിക്കുമ്പോൾ
നമ്മൾ ഒരുപാട് നോളജൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് ഇത്രയും ഈ ഇൻഫർമേഷൻ ഇങ്ങനെ തലയിൽ കെട്ടായിട്ട് കെട്ടി വയ്ക്കാതിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലായാലും നമ്മുടെ മനസ്സിലായാലും ഒരു വാസ്റ്റ് സ്പേസ് ഉണ്ടാവും. അത് എംപ്റ്റിനെസ്, ഒരു ശൂന്യത ഉണ്ടായിരിക്കും. ആ ശൂന്യതയിൽ നിന്നാണ് ഇൻ്റലിജൻസ് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഇൻ്റലിജൻസിനെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഏതൊരു സാഹചര്യത്തിലും സിറ്റുവേഷനിലും ഓപ്പൺ ആയിരിക്കാനും നമ്മളെ സഹായിക്കും. ആ ഇൻ്റലിജൻസ് നമുക്കൊരു സന്തോഷം തരും. എപ്പോഴും ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ തരും. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം രാവിലെ എല്ലാം പെർഫെക്റ്റായി മാറുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു ശൂന്യത, മൈൻഡിൻ്റെ എംപ്റ്റിനെസ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഇൻ്റലിജൻസ്, ആ ഇൻ്റലിജൻസ് വാസ്റ്റായിട്ടുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ ഉള്ളിൽ ഓപ്പൺ ചെയ്തു തരും. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും വളരെ വാസ്റ്റായിട്ടുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ വല്ലാതെ ഒരു എന്താ പറയുക, ഒരു പുതിയ വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു സുഖം നമുക്ക് കിട്ടും. കാരണം ഒരുപാട് ലെവലുകൾ ഇനി കവർ ചെയ്യാനുണ്ട്, ഒരുപാട് സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ ആ ഗെയിം കളിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ആ കുട്ടിക്ക്. എത്ര ലെവൽ കടന്നില്ലെങ്കിൽ പോലും ആ ഗെയിമിൽ നമ്മൾ ഒരു ലെവൽ പോലും കടന്നിട്ടുണ്ടാവില്ല, പക്ഷേ ആ ലെവലുകൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഓക്കെ എനിക്ക് ഇത്രയും ഭംഗിയുള്ള സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റുമെന്ന് അറിയുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാകും. ഈ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ വാസ്റ്റായിട്ടുള്ളൊരു ശൂന്യതയ്ക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഇൻഡ്യൂഷൻ നമുക്ക് തരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എത്ര നേരം ചിന്തിക്കാതെ വെറുതെ ഇരിക്കാൻ സാധിക്കും, അത്രത്തോളം ഒരു ശൂന്യതയുടെ അല്ലെങ്കിൽ എംപ്റ്റിനെസ്സിൻ്റെ ആ ഒരു വാസ്റ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു സെക്കൻഡ് അതിരുന്നാൽ പോലും ആ ഒരു സെക്കൻഡിൽ ആ ശൂന്യതയ്ക്ക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ പൂവിനെ നിങ്ങളുടെ ഉള്ളിൽ വിരിയിക്കാൻ സാധിക്കും. അത് 2 സെക്കൻഡ് ആയാലും 2 മിനിറ്റ് ആയാലും വർക്കാവും. 2 മണിക്കൂറായാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്നാൽ പിന്നെ ഞാനൊരു 2 മണിക്കൂർ അങ്ങ് ഇരുന്ന് കളയാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഫോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമല്ല അത്. നിങ്ങൾ ശരിക്കും ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് വളരെ വാസ്റ്റായിട്ട് ആ ഒരു ഒന്നിലും പിടിച്ചു വയ്ക്കാതെ നിങ്ങളുടെ ഉള്ളിനെ ഇങ്ങനെ വെറുതെ അങ്ങ് വിട്ടിട്ട് ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് ഒരു ശ്രദ്ധ, അത് മതി. ആ ഒരു ശ്രദ്ധയിൽ ഇങ്ങനെ ബോധത്തോടുകൂടി ഇരുന്ന് നോക്കിയാണ് ഈ ചുറ്റുപാട് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ആ ഒരു വാസ്റ്റ്നെസ്, ആ ഒരു എംപ്റ്റിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ശൂന്യത എല്ലായിടത്തും എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ഓടുമ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷനിൽ നിന്ന് കൺഫ്യൂഷനിലേക്ക് ചാടുമ്പോൾ നമുക്ക് ആ ഒരു വാസ്റ്റ്നെസ്സിൻ്റെ ഫീലിങ്ങോ ഒരു റീ എക്സ്പ്രഷൻസോ അറിയാൻ സാധിച്ചെന്ന് വരില്ല. അതിനർത്ഥം ഇതിവിടെ ഇല്ല എന്നല്ല, ഇത് എപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അത് നിങ്ങളുടെ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കും. വാക്കുകളേക്കാൾ കൂടുതൽ എപ്പോഴും ഈ വാക്കുകൾക്കിടയിലുള്ളൊരു സൈലൻസ് ഉണ്ടല്ലോ. ഞാൻ ഒരു വേർഡ് പറഞ്ഞ് തൊട്ടടുത്ത വേർഡ് പറയുന്നത്, ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു ശാന്തത ഉണ്ടല്ലോ. ഈ ശാന്തതയാണ് ശരിക്കും പറഞ്ഞാൽ ആ ശാന്തതയിൽ ഇപ്പം ഈ ഒരു വാക്ക്, ലാംഗ്വേജിൽ നിന്നുണ്ടാകുന്നൊരു വാക്ക്, ഞാൻ ഓൾറെഡി പഠിച്ച എൻ്റെ മെമ്മറിയിൽ നിന്നുള്ള എൻ്റെ ചിന്തയിൽ നിന്ന് വരുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചിന്തയിൽ നിന്ന് ഉണ്ടായ ഒരു സാധനമാണ് ഭാഷ. ഭാഷയുടെ പ്രോഡക്റ്റാണ് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും. ഈ വാക്കുകൾക്കിടയിൽ ഞാൻ ഒരു വാക്കും അടുത്ത വാക്കും പറയുന്നതിനിടയിൽ ഒരു ശൂന്യത ഉണ്ട്, ഒരു സൈലൻസ് ഉണ്ട്. യഥാർത്ഥ സത്യം അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സുഖവും സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യാൻ സാധിക്കും. ആ ഒരു സൈലൻസിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഇൻ്റലിജൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ശൂന്യതയുടെ വാസ്റ്റ്നെസ് ഉള്ളതുപോലെ തന്നെ ഇൻ്റലിജൻസിനും ഒരു ലിമിറ്റേഷനോ ഒരു ബാരിയറോ അതിർവരമ്പുകളോ ഒന്നുമില്ല. അതിങ്ങനെ റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ജിത്തു കൃഷ്ണമൂർത്തിക്കായാലും രമണ മഹർഷിക്കായാലും ലോകത്തിൽ എന്തിനെ പറ്റിയുമുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അവർക്കുള്ളത്. ഈ പഴയ ഹിന്ദുയിസം കൺസെപ്റ്റിൽ ഈ ആകാശ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രപഞ്ചത്തിനകത്ത് ഉള്ള എല്ലാ കാര്യത്തെ പറ്റിയുമുള്ള ഉത്തരം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അനദർ ഡയമെൻഷണൽ പ്ലെയിൻ എന്നൊക്കെ പറയാം.
ഈ ഒരു വാസ്റ്റ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വാസ്റ്റ് ശൂന്യതയിലിരിക്കുന്ന ഒരാൾക്ക് ഏത് ചോദ്യത്തിനുമുള്ള ഉത്തരം സ്പോണ്ടേനിയസ് ആയിട്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു. നമ്മളൊരു സിനിമ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വാട്സാപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഈ ഇൻഫർമേഷൻ എല്ലാം അവിടെ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയും. ഇതിൻ്റെയൊക്കെ ആധികാരികത എന്നോട് ചോദിക്കരുത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ശൂന്യതയിൽ ഇരിക്കുന്ന ആൾക്ക് ഇതുപോലൊരു ഇൻ്റലിജൻസ് വർക്കൗട്ട് ആവും. ആ വർക്കൗട്ട് ആവുന്ന ഇൻ്റലിജൻസിൽ അവർക്ക് അവരുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ റെസ്പോണ്ടിങ്ങിനും ആവശ്യമായ ഇൻഫർമേഷൻ എവിടെ നിന്നോ ശരിക്കും പറഞ്ഞാൽ ഈ ശൂന്യതയിൽ നിന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കും. അതിന് നേരത്തെ പഠിച്ച് ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരിക്കേണ്ട ഒരാവശ്യമില്ല. സോ ആ ഇൻ്റലിജൻസ് നിങ്ങൾക്കും വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും റിയൽ ഇൻ്റലിജൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോധം റൈസ് ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ ഇൻഫർമേഷൻ അക്യുമുലേറ്റ് ചെയ്ത് നിർത്തിയിട്ട് കുറേ നേരം മനസ്സിന് ഒരു ഇൻഫർമേഷനും ഇല്ലാതെ പ്യുവറായിട്ട് ആ ഒരു വാസ്റ്റായിട്ടുള്ള എംപ്റ്റിനെസ് ഫീൽ ചെയ്യിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു എംപ്റ്റിനെസ്സിൽ നിങ്ങൾ ഇരിക്കുക. ആ എംപ്റ്റിനെസ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോലും ഇല്ല. നിങ്ങളുടെയോ എൻ്റെയോ ഞാനെന്ന് പറയുന്ന ഈ ഒരു ഫീലിംഗ് പോലും അവിടെ ഇല്ല. അവിടെ ആ ഒരു എംപ്റ്റിനെസ്, ആ ഒരു ശൂന്യത മാത്രമേ ഉള്ളൂ. പ്യുവർ നത്തിങ്നെസ്. അവിടെ എല്ലാത്തിനുമുള്ള ഉത്തരവുണ്ട്. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഇൻഫർമേഷനും ഇൻ്റലിജൻസും അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഈ പ്രോപ്പറായി മെഡിറ്റേഷൻ സംഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണുമ്പോൾ അവരുടെ ഒരു ഇൻ്റലിജൻസും അവരുടെ ഒരു വൈബ്രേഷനും ഒക്കെ വേറെ ഒരു ലെവലിലായിരിക്കും. അവരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് പോലും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട് മാറുന്നതിൻ്റെ റീസൺ ഇതൊക്കെയാണ്. ഇനി അതിനെപ്പറ്റി അതിന് സംസാരിക്കേണ്ട കാര്യമില്ല. സംഭവം സിമ്പിളാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ശൂന്യത ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇൻ്റലിജൻസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കും. റിയൽ ഇൻ്റലിജൻസ്. അല്ലാതെ ഇൻഫർമേഷനോ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴോ കാണാതെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുമ്പോഴോ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പ്രബന്ധങ്ങൾ എഴുതുമ്പോഴോ ഉണ്ടാകുന്ന ഇൻ്റലിജൻസിനെ പറ്റിയല്ല പറയുന്നത്. റിയൽ ലൈഫിൽ ഓരോ സെക്കൻഡിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇൻ്റലിജൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതും നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്ത് മനസ്സിലാവേണ്ട കാര്യമാണ്. ഐ ഹോപ്പ് യു വിൽ ഫീൽ ഇറ്റ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിച്ചാൽ അതും എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഈ ഭൂമിയിൽ എത്രത്തോളം ആളുകളുടെ കോൺഷ്യസ്നസ് റേസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കും അതിൻ്റെ ഒരു റിസൾട്ടും ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ കാര്യം സ്വയം തിരിച്ചറിയുക, സെൽഫ് റിയലൈസ്ഡ് ആവുക എന്നുള്ളതാണെന്ന്. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. I hope you are going to raise your intelligence. Thank you again.